ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നോക്കുന്നത്. സാധാരണ നിങ്ങളെല്ലാവർക്കും വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റെസിപ്പി ഇടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-6 ബീൻസും ഒരു 2 ഉരുളക്കിഴങ്ങും ഒക്കെ 100 ഗ്രാം ഉണ്ടാവുള്ള ഒരു വലിയ ക്യാരറ്റും 2 സവാളയും 2 തക്കാളിയും കുറച്ച് ഗ്രീൻ പീസ്, അത് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഫ്രഷ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കുക്കറാണ് വെക്കുന്നത്. അതിൽ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ 2 ടീസ്പൂൺ നെയ്യുമാണ് ചേർത്തത്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ അതിൽ കാഷ്യൂ നട്ടും നമ്മുടെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അത് ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ അതിൽ തന്നെ നമുക്ക് പിന്നെ കുക്ക് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ആദ്യം തന്നെ അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ തന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഞാൻ ആഡ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിൽ തന്നെ കുറച്ച് മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കരയാമ്പൂ ഒരു 4-5 എണ്ണം, കുറച്ച് കറുവാപ്പട്ട പീസും 2 ഏലക്കായാണ് ഞാൻ ഇട്ടത്. വേണമെങ്കിൽ അല്പം പെരിഞ്ജീരകവും ചേർക്കാം. അപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഇനി നമുക്ക് സവോള ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സവോള നീളത്തിലരിഞ്ഞു. സാധാരണ ബിരിയാണിക്ക് നമ്മൾ സവോള കുറച്ച് ഫ്രൈ ചെയ്ത് വെക്കുമല്ലോ. വെജിറ്റബിൾ ബിരിയാണിക്ക് അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഈ സവോള ഫുള്ള് അതിലിട്ടു. അപ്പോൾ നമ്മൾ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റി വരും. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം, സവോള വേഗം ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് നല്ലപോലെ വഴറ്റി ഒരു 2 മിനിറ്റ്സ് ഒന്ന് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കതിൽ വേണമെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി വഴറ്റിയൊക്കെ എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബസുമതി റൈസ്, ഞാൻ ജീരകശാലയല്ല, വലിയ ബസുമതി റൈസാണ്. അത് നമ്മളൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതവിടെ നമ്മൾ അരമണിക്കൂർ കുതിർത്തിയിട്ട് അവിടെ വെള്ളം ആര വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സവോള വഴറ്റി റെഡിയായി വന്നു. അപ്പോൾ നമുക്കിതിലിനി മസാല അതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടണം. അപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇടാം. ഞാൻ ഇഞ്ചി ഒരു വലിയ പീസ് ചതച്ചത്, വെളുത്തുള്ളി ഒരു 5-8 അല്ലിയോളം ഉണ്ടാവും, അതും നമ്മൾ ചതച്ചിട്ടാണ് അതിലിട്ടത്. അപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ വഴറ്റിയിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പച്ചമുളക്, ഞാൻ 3 പച്ചമുളകാണ് എടുത്തത്. ഇനി നമ്മൾ മുളക് പൊടി ഇതിൽ ആഡ് ചെയ്യും. 3 പച്ചമുളക് മതിയാവും. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിടാം. ഇനി നമ്മൾ അതും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ വെജിറ്റബിൾസ് ഇടണം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇടാനായിട്ട് ആദ്യം തന്നെ ബീൻസാണ് ഇടുന്നത്. അതിൽ മുന്നേ കുറച്ച് ഫ്രൈ ചെയ്ത് കിസ്മിസ് ഞാനിതിൽ ഇടുന്നുണ്ട്, ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ. ബാക്കി നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് മുകളിലിടാം. അപ്പോൾ നമ്മൾ കുറച്ച് കിസ്മിസ് ഇതിലിടുന്നുണ്ട്. അതിലിട്ട് കഴിഞ്ഞിട്ട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇടാൻ പോകുന്നത് ബീൻസാണ്. അപ്പോൾ നമ്മൾ ബീൻസ് കുറച്ച് നീളത്തിലാണ് എല്ലാം അരിഞ്ഞിട്ടുള്ളത്, അതിട്ടു. അതൊരു 5-6 ബീൻസൊക്കെ മതിയാവും. കുറേ വേണ്ട. ഫ്രഷ് ചള്ള് ബീൻസാണ് നന്നായിരിക്കുക. ഇതെല്ലാം ചള്ളൊന്നുമല്ല, നല്ല ചള്ള് ബീൻസാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഫ്രഷ് ചള്ള് ബീൻസ് ഇടണം. പിന്നെ ക്യാരറ്റ് നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റ്. അപ്പോൾ അതിട്ടു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചാൽ മതി. യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി നമുക്ക് ഗ്രീൻ പീസ്, ഞാൻ ഫ്രഷാണ് ഏറ്റവും നല്ലത്. ഇത് കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ കുതിർത്തി വെച്ചതാണ്. കുതിർത്തി വെച്ച് നേരെ അങ്ങ് ഇടാം, വേവിക്കണമെന്നില്ല. കുറേ നേരം നമ്മൾ കുതിർത്തിയതാണല്ലോ, അത് വെന്തോളും. അപ്പോൾ അതിലിട്ടു. അതും ഒന്ന് വഴറ്റി. ഇങ്ങനെയൊക്കെ നമ്മൾ വഴറ്റി വരുമ്പോൾ എണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് എണ്ണയോ നെയ്യോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇട്ടു. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കാന്നുള്ളത് മാത്രമാണ്, കുറേ സമയമൊന്നും വേണ്ട. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ. പിന്നെ തക്കാളി ഇട്ടു. ഇനി നമുക്ക് അതൊന്ന് നല്ലപോലെ എല്ലാം കൂടിയിട്ടൊരു നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൽ പൊടികൾ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഇടുന്ന പൊടികളൊക്കെ തന്നെ നമുക്ക് ഇതിലും ആഡ് ചെയ്യാം. നമ്മൾ ചിക്കനിൽ ഇടുന്ന പോലെ തന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഇട്ടോ, കുറച്ച് മഞ്ഞൾ നിറം കിട്ടുമല്ലോ, നല്ലതാണ്. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അത്ര തന്നെ 2 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ടു. ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ചിലപ്പോൾ ഒന്നൊക്കെ ഇട്ടാൽ മതിയാവും, നിങ്ങളുടെ എരിവിനനുസരിച്ച്. കാരണം ഈ വെജിറ്റബിൾസിനും കുറച്ച് എരിവ് വേണമല്ലോ. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഗരം മസാലയാണ് ഇടുന്നത്. അപ്പോൾ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങുന്നതോ ഇട്ടാലും മതി. അപ്പോൾ ഗരം മസാല ഞാൻ 1 ടീസ്പൂൺ ഇട്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇത്തിരി അല്പം കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് മതി. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഡ്രൈ ആയി വരുന്നുണ്ട് അടിയിൽ. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഡാൽഡ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം.
ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ ശേഷം ഞാൻ അധികം പുളിയില്ലാത്ത എന്നാൽ ചെറിയ പുളിയുള്ള തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. തക്കാളിയുടെ പുളിയുണ്ട് എന്നാലും ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊന്ന് നല്ലപോലെ എല്ലാം കൂടി മസാലയൊക്കെ നമ്മൾ മൂപ്പിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ തൈര് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള അരി 3 കപ്പാണ് ഞാൻ എടുത്തത്. നമ്മൾ പച്ചക്കറിക്കനുസരിച്ച് 2 കപ്പായാലും ഇതിലേക്ക് മതി. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് എടുത്ത് നമ്മളത് പൊടിയാതെ ഒന്ന് നല്ലപോലെ മിക്സാക്കി യോജിപ്പിച്ചു. ഇനി നമ്മളതിലേക്ക് നമ്മൾ കുറച്ച് ചൂടാക്കുന്ന തിളയ്ക്കേണ്ട ഒരുവിധം നല്ലപോലെ തിളയ്ക്കാറായ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ജീരകശാലയിൽ നമുക്ക് 2 കപ്പൊക്കെ ഒഴിക്കാറുണ്ട്. ഇത് 1.5 കപ്പ് മതിയാവും. അതൊഴിച്ച് നമ്മൾ നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പ് സവാള ഇടുമ്പോൾ ഇട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിക്ക് അരിക്കൊക്കെ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഉപ്പ് ആയിട്ടില്ലെന്നൊന്ന് വായിൽ വെച്ച് നോക്കാം. അതിൻ്റെ വെള്ളം ഒത്തിരി എടുത്തിട്ട് ജ്യൂസ് അപ്പോൾ നമുക്കറിയാം ഉപ്പ് ഏകദേശം എത്രയുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷം നമുക്കതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു നല്ലപോലെ തള വരുമ്പോൾ സിമ്മിൽ വെക്കാം. പിന്നെ ഒരു 7 മിനിറ്റോളം വേണം കുക്ക് ചെയ്യാനായിട്ട്. വെള്ളം നല്ലപോലെ വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ തിളയ്ക്കുന്നവരെ തിളച്ചൊന്ന് നോക്കി കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സിമ്മിലോട്ട് വെക്കുക. പിന്നെ 7 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ എല്ലാം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അടിഭാഗം നല്ലപോലെ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം ഒരു ഫോർക്ക് എന്തെങ്കിലും എടുത്തിട്ടൊന്ന് അടിയിൽ നിന്ന് ചോറ് മുകളിലോട്ട് ആക്കാം. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ മരത്തിൻ്റെ തവി എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അടിഭാഗം നല്ലപോലെ വെന്ത് പോകും. കുക്കർ നല്ല ചൂടായിരിക്കണം കാരണം. അപ്പോൾ ഓൾറെഡി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയാതെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലോട്ട് ഇനി കുറച്ച് ചെറുനാരങ്ങ നീരൊന്ന് ആഡ് ചെയ്യണം. ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ഇത്തിരി നെയ്യും കൂടി നമുക്ക് തൂവാം. അപ്പോൾ ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചിട്ട് ഇനി ഒന്നുകൂടി നമ്മൾ ഫോർക്ക് കൊണ്ട് ഒന്ന് ചെറുനാരങ്ങ നീരൊന്ന് മിക്സ് ആക്കണം. ചോറ് അധികം പൊടിയാതെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിഭാഗം മുകളിലോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം നല്ലപോലെ വെന്ത് പോകും. ഇനി നമുക്കതിൻ്റെ മേലെ മല്ലിയില അരിഞ്ഞതും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഒന്ന് വിതറിയിട്ട് നമുക്കൊന്നുകൂടി അടച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ സിമ്മിൽ വേണമെങ്കിൽ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെ കയറ്റി വയ്ക്കാം. അല്ലെങ്കിൽ കുക്കറിലുള്ള ചൂട് തന്നെ മതി, ഒന്ന് ബേക്കായിരിക്കും. അങ്ങനെ നമുക്കൊരു 5 മിനിറ്റും കൂടി അടച്ചിട്ട് വെക്കാം. തീ കത്തിച്ചാൽ തവ വയ്ക്കണം. തീ കത്തിക്കണില്ലെങ്കിൽ നേരെ അങ്ങ് വെറുതെ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. വേണമെങ്കിൽ വിസിലും കയറ്റി വെച്ചാൽ അപ്പോൾ നമ്മൾ അതിനുള്ളിൽ നല്ല ബേക്കായിട്ട് ഇരുന്നോളും. അല്ലെങ്കിൽ വിസിലില്ലെങ്കിലും അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ മുകളിലോട്ട് ആവി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.